കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി. കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മിഷൻ മന്തിൽ അനേകർ കരങ്ങൾ നീട്ടി. അതുകൊണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ക്യാമറാസ് എല്ലാം പുതിയത് വാങ്ങാൻ ഇടയാക്കി. ലൈവ് എഡിറ്റിംഗ് സിസ്റ്റം. ഇനി ചില കാര്യങ്ങളോട് നമ്മൾ ഇതിനോട് ആഡ് ഓൺ ചെയ്യുകയാണ്. അതിൽ കരം നീട്ടി എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ നമ്മൾ എന്തിനായി TV പ്രോഗ്രാം നടത്തുന്നത്? നമ്മുടെ പേര് കേൾപ്പിക്കാനാണോ? എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഞാൻ വലിയ കാര്യം പറയാം. ഒരു കൺവെൻഷൻ മീറ്റിങ്ങിന് വരാൻ കഴിയാത്തവർക്കും അവരുടെ ഭവനത്തിലിരുന്ന് ഒരു TV പ്രോഗ്രാം കാണാൻ സാധിക്കും. ഈ TV പ്രോഗ്രാം നടത്തുവാൻ നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് നമ്മളെ വിടുവിച്ച കർത്താവ്. ഇന്ന് ഈ യേശുവിനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം തകർന്നടിഞ്ഞു പോയേനെ. എൻ്റെ ഭവനം ഒരു ശാപകൂമ്പാരമായി തീർന്നു പോയേനെ. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് എൻ്റെ ഭവനത്തെ വിടുവിച്ചത്. തങ്കുബ്രതനും അത് തന്നെയാണ് സാക്ഷ്യം പറയാനുള്ളത്. 10,000-ങ്ങൾക്ക് ആ സാക്ഷ്യമാണ് പറയാൻ. അപ്പം ഈ അനുഗ്രഹം അനേകർക്ക് കൊടുക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്തം, ക്രിസ്തുവിനെ അറിയിക്കുക എന്നുള്ളത്. സോ ഞാനത് കഴിഞ്ഞൊരു TV പ്രേക്ഷക മീറ്റിങ്ങിൽ സംസാരിക്കുകയായിരുന്നു. നമ്മളതിന്ന് കേൾക്കും. കുണ്ടറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിംഗ് മറക്കാൻ പറ്റുന്നില്ല. വാതിൽക്കൽ പോലും ഇടമില്ലാതെ വണ്ണം കർത്താവായ യേശുവിൻ്റെ അടുക്കൽ അന്ന് ജനം കൂടിയെന്ന് പറഞ്ഞ അനുഭവമാണ് ഞങ്ങളവിടെ കണ്ടത്. നമുക്ക് കുണ്ടറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലേക്ക് പോകാം. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ പദ്ധതിയാ സുവിശേഷം ലോകമെങ്ങും അറിയണമെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷം കർത്താവിൽ നിന്നൊരു വിടുതൽ പ്രാപിച്ച ഓരോ വ്യക്തിയുടെയും കടമയാണ് അടുത്ത ആൾക്ക് ഈ സ്നേഹം പകരുക എന്നുള്ളത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർ ഇനിയും വലിയ വിടുതലുകൾ നടക്കാനുണ്ടായിരിക്കും? എനിക്ക് നടക്കാനുണ്ട്. ഒരു ചെറിയ വിടുതലെങ്കിലും മനസ്സിനൊരു സമാധാനം കിട്ടിയവർ ഒന്ന് കര ഉയർത്തി കാണിക്കാമോ? അവർ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് പറ, നമ്മളുടെ ഉത്തരവാദിത്തമാണ് അടുത്ത ഒരാളെ കൂടെ ഈ ക്രിസ്തുവിൻ്റെ സന്ദേശം അറിയിക്കാമെന്ന്. ഞാൻ വീണ്ടും ഉറക്കെ പറയട്ടെ, സ്വർഗീയ വിരുന്നിലേക്ക് എല്ലാവരും വരുന്നതല്ല രക്ഷ. സ്വർഗത്തിൻ്റെ വിരുന്നായ ക്രിസ്തു ഒരു വ്യക്തിയിൽ ചെല്ലുമ്പോൾ, ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, ഒരു കുടുംബജീവിതത്തിൽ ചെല്ലുമ്പോൾ ആ വീട് സ്വർഗമായി മാറ്റപ്പെടും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. നമ്മളുടെ ജോലി മതപ്രചരണമല്ല. നമ്മളുടെ ജോലി ഒരു രക്ഷകനെ, ഒരാശ്വാസദായകനെ, ഒരു വിടുവിക്കുന്നവനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. അവൻ കല്ലറയിൽ അടങ്ങിയവനല്ല, കല്ലറയെ പൊട്ടിച്ച് ഉയർത്ത് ജീവിക്കുന്നവനും തൻ്റെ നാമം ലോകത്തിൽ എവിടെങ്കിലും ഇരുന്ന് ആരെങ്കിലും വിളിച്ചാൽ അടുക്കൽ ചെല്ലുന്നവനുമാണ്. മറ്റൊന്നും കൂടെ ഉണ്ട്, നല്ലവർ മാത്രം എന്നെ വിളിച്ചാൽ മതി എന്ന് കർത്താവ് എങ്ങും പറഞ്ഞിട്ടില്ല. തകർന്നൊരു ജീവിതത്തിനുടമയാണോ? മഹാപാപി എന്ന ലോകം തള്ളിക്കളഞ്ഞ വ്യക്തിയാണോ? ആർക്കും നിന്നെ വേണ്ടേ? അവിടെ ഇരുന്നോണ്ട് ഞാനൊരു വെറുക്കപ്പെട്ടവന്, യേശുവേ എന്ന് വിളിച്ചാൽ നിന്നെ വെറുക്കത്തില്ലെന്ന് മാത്രമല്ല, മാറോടണയ്ക്കുന്ന നല്ല സ്നേഹവാനായ ഈ നല്ല കർത്താവിനെ ഒന്ന് കരമടിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് മറ്റൊരു ഗാനം ഈ അടുത്ത കഴിഞ്ഞ വർഷം എൻ്റെ ഉള്ളിൽ തന്നു. അതിതാണ്, പ്രൈസ് ദി ലോർഡ്. പാപികളിൽ ഞാൻ ഒന്നാമനായിരുന്നു പൗലൂസ് പറയുക, എങ്കിലും എന്നോട് ദൈവം കൃപ കാട്ടി. പൗലൂസ് സ്ലീഹ
തിമോഥെയോസിന്റെ ലേഖനത്തിൽ തൻ്റെ ശിഷ്യനോട് പറയാണ്, ദൈവകൃപ ഭയങ്കരമാണ്. ഞാൻ മഹാപാപിയായിരുന്നു, ഞാൻ കൊലപാതകിയായിരുന്നു, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ ഉപദ്രവിച്ചവന് സ്തഫാനോസിനെ കൊല്ലുവാൻ കൂട്ടുനിന്ന ഒരു കൊലപാതകയായിരുന്നു. എങ്കിലും സ്വന്തം ശിഷ്യരെ കൊന്നൊടുക്കിയ എന്നെ ആ ഗുരുവായ യേശു എന്നെ വെറുത്തില്ല, എന്നെ സ്നേഹിച്ചു. ഇതാണ് യേശുവിൻ്റെ സ്നേഹം. തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ക്രിസ്തു ഇന്ന് തൻ്റെ നാമം വിളിച്ച മക്കളെ നിന്നെ തൊടാതെ പോകുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എൻ്റെ വ്യക്തി ജീവിതം നോക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് ഒത്തിരി അകന്നു മാറി ഓടിയൊരു വ്യക്തിയാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം മാത്രമാണ് എന്നെ രൂപാന്തരപ്പെടുത്തി. അതിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞ വർഷം ഞാനിങ്ങനെ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ, ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വന്നൊരു ഗാനമാ, കർത്താവേ നിൻ്റെ കൃപ മാത്രമാ, എൻ്റെ ഒരു നന്മ കൊണ്ടുമല്ല ഞാൻ രക്ഷിക്കപ്പെട്ടത്, പാപികളിൽ ഞാൻ ഒന്നാമനാ പൗലോസ് പറയുന്ന പോലെ, എങ്കിലും നീ കോരിയെടുത്ത് എന്നെ മാറിലണച്ചു. ഇന്ന് തള്ളപ്പെട്ട ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? ആർക്കും വേണ്ടാത്തവൻ വന്നിട്ടുണ്ടോ? ഇനി എനിക്ക് ജീവിതം ഇല്ല എന്ന് നീ കരുതിയോ? നിന്നെ വേണ്ടി ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. കൃപയാണ് 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 നാഥ, കൃപയാണ് 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 നാഥ, കൃപയാണ് 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 നാഥ, കൃപയാണ് 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 നാഥ. ഈ പാപികളിൽ ഞാനൊന്നാമൻ, നീ കോരിയെടുത്തെന്നെ മാറിൽ. കൃപയാണ് കൃപയാണ് നാഥ, ഇത് കൃപയാണ് കൃപയാണ് നാഥ. കോരിയെടുക്കുന്ന രണ്ട് കരങ്ങൾ ഇന്നിവിടെ ഉണ്ട്. ആരാലൊക്കെയോ തള്ളപ്പെട്ടവരിവിടെ വന്നിട്ടുണ്ട്. നിന്നെ മാറിലണയ്ക്കുമെന്ന് മാത്രമല്ല, നിന്നെ തള്ളിയവരുടെ മുമ്പിൽ നിന്നെ മാനിച്ച് ഉയർത്തിയിട്ടല്ലാതെ ഈ കർത്താവ് വിടത്തില്ല. നല്ല നാഥനെ ഒന്ന് കരമടിച്ച് വായ് തുറന്ന് അങ്ങനെ ഇന്ന് തകർന്നിരിക്കുന്ന നീയും നിന്റെ കുടുംബവും ഒരിക്കൽ കർത്താവ് തന്ന വിടുതൽ കഴിഞ്ഞ് ഇന്ന് ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. ഏതോ ഒരു നല്ല ദൈവദാസൻ എഴുതിയൊരു പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുടുംബമായിട്ട് പാടാൻ നല്ലതാണ്. എൻ്റെ വീടൊരു ശാപ കൂമ്പാരമായിരുന്നു, ഇന്ന് എൻ്റെ വീടൊരു അനുഗ്രഹ കൂമ്പാരമാണ്. ഇന്ന് ഞങ്ങൾ പാടുന്ന പാട്ട് ഇതാ, പ്രൈസ് ലോർഡ്. ഞാനും എൻ കുടുംബവും ഇത്രേ നന്മ പ്രാപിക്കാൻ എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നൽകിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര ശ്രേഷ്ഠമായതെല്ലാം നൽകിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഒരു കാലത്ത് കണ്ണുനീരും വേദനയും മാത്രമുള്ളൊരു വീടായിരുന്നു എൻ്റെ വീട്. രോഗികളെ കൊണ്ട് നിറഞ്ഞ, തൊടുന്നതെല്ലാം പരാജയം, എൻ്റെ വിദ്യാഭ്യാസവും നശിച്ച്, ഞങ്ങളുടെ ബിസിനസ്സും എല്ലാം തകർന്ന സ്ഥിതിയിൽ ഞാൻ വിചാരിച്ചത് ഈ വീട് ഒരിക്കലും വിടുതലാകത്തില്ലെന്ന്. എല്ലാവരും കൈവിട്ടു, തിരിഞ്ഞു നോക്കാതെ പലരും കടന്നുപോയി. പ്രൈസ് ദി ലോർഡ്. യേശുവേ എന്നൊരു വിളി വിളിച്ചു. ആ നല്ല ശമരിയക്കാരൻ വഴിയരികിൽ കിടന്നവനെ അവൻ്റെ ലേവ്യനും പുരോഹിതനും, സ്വന്തം പള്ളിയിലെ ലേവ്യനും പുരോഹിതനും അവനെ കണ്ടിട്ട് കാണാത്തവനെ പോലെ കടന്നുപോയി. എന്നാൽ ഒരു നല്ല ശമരിയക്കാരൻ അവനെ തേടിച്ചെന്നതുപോലെ
എൻ്റെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു. പൈസ കൊടുത്തിട്ടല്ല, ഞാൻ ഒരു നന്മയും ചെയ്തിട്ടല്ല, അവൻ്റെ മനസ്സലിവ് കൊണ്ട് മാത്രം. ഒരു യഹൂദനായ വ്യക്തിയാണ് വഴിയരികിൽ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് കിടന്നത്. അന്യജാതിക്കാരനായ ശമര്യക്കാരെ ഇവർക്ക് വെറുപ്പാണ്. അവരെ വഴി കണ്ടാൽ മാറി നടന്നു പോകും യഹൂദൻ. അശുദ്ധൻ അശുദ്ധൻ എന്ന് അന്യജാതിക്കാരൻ പറഞ്ഞ് മാറി നിൽക്കണം, തീണ്ടലുള്ള കാലം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ വലിപ്പം പറയുന്ന യഹൂദൻ കള്ളന്മാരാൽ ആക്രമിക്കപ്പെട്ട് വഴിയരികിൽ കിടക്കുകയാണ്. എനിക്കൊക്കെ ഒത്തിരി വലിപ്പം പറയാനുണ്ടായിരുന്നു, വിദ്യാഭ്യാസത്തിൻ്റെ, കുടുംബശ്രേഷ്ഠതയുടെ. പക്ഷേ നമ്മൾ വായിക്കുന്നു, ആ കള്ളന്മാരാൽ അവൻ ആക്രമിക്കപ്പെട്ടു, കള്ളന്മാരാൽ അവനെ ആക്രമിച്ചു, മുറിവേൽപ്പിച്ചു, അവൻ്റെ വിലപ്പെട്ടതെല്ലാം എടുത്തുകൊണ്ട് പോയി. ആ അവസ്ഥയിലായിരുന്നു തോമസ് ഊട്ടി ബ്രദറും എൻ്റെ ജീവിതവും എൻ്റെ വീടും. ആരോഗ്യവും നന്മയും സാമ്പത്തികവും എല്ലാം സാത്താൻ എടുത്തുകൊണ്ട് പോയി. ആക്രമിക്കപ്പെട്ട വഴിയരികിൽ കിടക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു, ആ യഹൂദനായ വഴിയാത്രക്കാരനെ അവൻ്റെ സ്വന്തം ദേവാലയത്തിൽ അവൻ്റെ ദശാംശം വാങ്ങുന്ന ലേവ്യനും പുരോഹിതനും അവനെ കണ്ടിട്ട് കാണാത്തവരെ പോലെ പോയി. എന്നാൽ ഇവൻ അയിത്തക്കാരനെന്ന് വിളിച്ചിരുന്ന ഒരു ശമര്യക്കാരൻ ആ വഴിയായി വന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ശമര്യക്കാരൻ ഈ യഹൂദനെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. യേശു കർത്താവ്, നമ്മൾ കർത്താവിനോട് എന്തെല്ലാം നന്മയും ചെയ്തോ നമ്മളെ സഹായിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. ഞങ്ങളെ വെറുത്തവനല്ലേ എന്ന് പറഞ്ഞ് മാറിപ്പോകാം. എന്നാൽ അവിടെ ഒരു വാക്ക് വായിക്കുന്നു, അവന് മനസ്സലിഞ്ഞു അല്ലെന്ന് പറഞ്ഞ്. ഇന്നിവിടെ നടക്കാൻ പോകുന്ന എല്ലാ വിടുതലുകളുടെയും, നമുക്ക് തരാൻ പോകുന്ന എല്ലാ നന്മയുടെ അടിസ്ഥാനം നമ്മുടെ പ്രാർത്ഥനയുടെ വലിപ്പമല്ല, അവൻ്റെ മനസ്സലിവ് കൊണ്ടാണ്. ഇന്നിവിടെ പ്രസംഗിക്കപ്പെടുന്നത് കർത്താവിൻ്റെ മനസ്സലിവാണ്. ശമര്യക്കാരൻ മനസ്സലിഞ്ഞ് അരികെ ചെന്ന് അവനെ താങ്ങിയെടുത്തു, തൻ്റെ മടിയിൽ കിടത്തി, അവൻ്റെ മുറിവ് വെച്ച് കെട്ടി, തൻ്റെ കയ്യിലുള്ള വീഞ്ഞും എണ്ണയും പകർന്നു, അവനെ എടുത്തൊരു വഴിയമ്പലത്തിൽ കൊണ്ടാക്കി. എന്നിട്ട് വഴിയമ്പലത്തിൻ്റെ ഉടമയുടെ കയ്യിൽ കുറെ പണം വാരി കൊടുത്തിട്ട് പറഞ്ഞു, ഇവനെ നല്ലപോലെ രക്ഷ ചെയ്യണമേ. ഇനി അധികം വല്ലതും ചെലവിടേണ്ടി വന്നാലും ചെയ്തോണം, ഞാൻ മടങ്ങി വരുമ്പോൾ തരാം. നമുക്ക് വേണ്ടി ഒരു നാഥൻ മടങ്ങി വരാൻ പോവാ. ആ മടങ്ങി വരുന്നത് വരെ വേണ്ടത് മുഴുവൻ, നമുക്ക് രക്ഷ ചെയ്യാൻ വേണ്ടത് മുഴുവൻ കർത്താവ് ചെയ്തിട്ടാ പോയിരിക്കുന്നു. ഞാൻ ഒരിക്കലും ഓർത്തില്ല എൻ്റെ ഭവനത്തിലൊരു വിവാഹം നടക്കും. അതുപോലെ പ്രശ്നങ്ങളായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ദിവസം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകൾ ഓർത്തപ്പോൾ എൻ്റെ ഉള്ളിലൊരു ഗാനം വന്നു, ഈണത്തോടുകൂടെ. ആ ഗാനത്തിൽ ഈ വേദഭാഗവും ഉൾപ്പെട്ടിട്ടുണ്ട്. പെരുവഴിയതിനരികിൽ മുറിവേറ്റവനാ, പെടുമരണം കാത്തോ ഓണ്ടന്നു കിടന്നു ഞാൻ. പെരുവഴിയതിനരികിൽ മുറിവേറ്റവനാ, പെടുമരണം കാത്തോ അന്നു കിടന്നു ഞാൻ. ആചാര്യന്മാർ ലേവ്യന്മാരും മറുവഴിയായി കടന്നു പോയി. ആചാര്യന്മാർ ലേവ്യന്മാരും മറുവഴിയായി കടന്നു പോയി. നല്ല സമരിയക്കാർ നീയോ വീഞ്ഞു പകർന്നൻ മുറിവുകളിൽ. പ്രിയപ്പെട്ടവരെ, ഗാന്ധി ജയന്തി ആണല്ലോ നാളെ. ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് കാലടിയിലും നാളെ പെരുമ്പാവൂരിലും മദ്യപാനത്താലും അതുപോലെ മയക്കുമരുന്നിനാലും ഒക്കെ ബന്ധിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. വിമോചിതരാകണമെന്നുണ്ടോ, പക്ഷെ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ, ദൈവവചന ഘോഷണത്താൽ
വിടുതൽ ശുശ്രൂഷയിൽ നമ്മുടെ മധ്യത്തിൽ തന്നെ ഭീകര മദ്യപാനികൾ അനേകരെ വിടുതലായി. നിരവധി ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ ചികിത്സിച്ച് വിടുതലാകാഞ്ഞവർ വിടുതലായി. അപ്പോൾ അങ്ങനെയുള്ള അത്ഭുത സാക്ഷ്യങ്ങളും വചനഘോഷണവും വിടുതൽ ശുശ്രൂഷയും നടക്കുകയാണ്. ഇന്ന് കാലടിയിൽ ഞങ്ങളുണ്ടായിരിക്കും, നാളെ പെരുമ്പാവൂരിലുണ്ടായിരിക്കും. കൂടാതെ അടുത്ത ആഴ്ച TV പ്രേക്ഷക മീറ്റിംഗും വിടുതൽ ശുശ്രൂഷയും അടുത്ത ബുധൻ 7-ാം തീയതി കൊട്ടാരക്കരയ്ക്ക് സമീപം പുത്തൂരിൽ നടക്കും. അതിനടുത്ത ആഴ്ചയും 17-ാം തീയതി ശനിയാഴ്ച പുനലൂരിലും TV പ്രേക്ഷക മീറ്റിംഗും വിടുതൽ ശുശ്രൂഷയും നടക്കുന്നു. നിങ്ങൾ മീറ്റിങ്ങുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കടന്നു വരാൻ കഴിയുന്നവർ വരണം. അത്ഭുത വിടുതലുകൾ പ്രാപിച്ചവർ മറ്റുള്ളവർക്കും അനുഗ്രഹത്തിനായി നിങ്ങളുടെ സാക്ഷ്യം പറയണം. ദൈവത്തിൻ്റെ മക്കളെ, ഇന്നെന്നെ കേൾക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച ഓരോ വ്യക്തികളോടും ഞാൻ പറയട്ടെ, നിങ്ങൾ അവകാശിയാണ്. നിങ്ങളുടെ അവകാശം പ്രാപിച്ചെടുക്കണം. നമ്മളൊരു വേദഭാഗം വായിക്കാൻ പോകുന്നു. റോമാലേഖനം 8-ാം അധ്യായം 17-ാമത് വചനത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും തന്നെ. ഓ, കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരുടെ കരം എനിക്കൊന്ന് കണ്ടാ കൊള്ളാമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു: കർത്താവായ യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അടുത്തിരിക്കുന്ന ആളോടൊന്ന് പറഞ്ഞേ, നിങ്ങൾ ദൈവ മക്കളാണ്. പറഞ്ഞോട്ടെ, നിങ്ങൾ എങ്ങനെയാണ് നമ്മൾ ദൈവമക്കളായത്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. അതിനകത്ത് പെടുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ? യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച, പിന്നെ അതിൻ്റെ താഴെ ജാതി എഴുതിയിട്ടില്ല, മതം എഴുതിയിട്ടില്ല, ഭാഷ എഴുതിയിട്ടില്ല, രാജ്യം എഴുതിയിട്ടില്ല, വർഗം എഴുതിയിട്ടില്ല, വർണ്ണം എഴുതിയിട്ടില്ല. ഈ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന ആളാണെങ്കിൽ ഒന്ന് കര ഉയർത്തി പിടിച്ചാട്ടെ. ഇന്ന് ഇവിടെ കര ഉയർത്തിയായി കുണ്ടറയിലെ ഓഡിറ്റോറിയത്തിൽ കര ഉയർത്തിയവർ മാത്രമല്ല, TV പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇൻ്റർനെറ്റിലോ TV-യുടെ മുമ്പിലോ ഇരുന്ന് യേശുവിനെ വിശ്വസിക്കുന്നെങ്കിൽ സഹോദര സഹോദരി, നിങ്ങൾ അവകാശിയാണ്. നിങ്ങൾ അവകാശിയാണ്. നിങ്ങൾ അവകാശിയാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എന്നാൽ വിശ്വസിച്ച ദൈവമക്കൾക്ക് തന്നെ ഞങ്ങൾ മക്കളാണെന്നുള്ളൊരു ഉറപ്പില്ലാതെ പിശാച് അങ്ങനെ കളിപ്പിക്കുന്നത്. ദൈവമക്കൾക്ക് തങ്ങൾ മക്കളാണെന്ന് ഉറപ്പ് വന്നാൽ സാത്താൻ്റെ പല പരിപാടി മടക്കി കെട്ടി വീട്ടിൽ പോകേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കൾ മക്കളാണെങ്കിലും അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു ദാസ്യ മനോഭാവമാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പ് പഴയ നിയമം മുഴുവൻ നമ്മൾ നോക്കിയാൽ അവിടെയുള്ളവർ ദാസന്മാരായിട്ട്, ദൈവത്തിൻ്റെ യഹോവയുടെ ദാസന്മാർ എന്ന നിലയിലാണ് അവരെ നമ്മൾ കാണുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ ഞാൻ പറയാം, ക്രിസ്തുവിൽ വിശ്വസിച്ച മക്കൾ അവരവരെ തന്നെ ദൈവവേലയിൽ ദാസന്മാരെ പോലെ ആകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരു യഹൂദൻ്റെ ഭവനത്തിൽ മക്കൾ അപ്പന് വേല ചെയ്യുമ്പോൾ ദാസ്യ മനോഭാവത്തോടെ ചെയ്യും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പുത്രനായിരിക്കുമ്പോൾ തന്നെ യഹോവയുടെ ദാസൻ എന്ന് പറയുന്നു. ആമേൻ. ആ നിലയിൽ നമ്മൾ ദാസന്മാരാ. എന്നാൽ കൂലിക്കാർ എന്ന മട്ടിലല്ല, ദാസ്യ മനോഭാവത്തോടെ വേണം ദൈവവേല ചെയ്യുവാൻ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവകാശം കൊണ്ട് നിങ്ങൾ മക്കളാണ്. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞ്, ശുശ്രൂഷയിൽ നിങ്ങൾ ദാസരാണ്, വീട്ടിൽ അവകാശത്തിൽ നിങ്ങൾ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പഴയ നിയമകാലത്ത് നോക്കിയാൽ ഒരിക്കലും അവർക്ക് മക്കൾ എന്ന പദവി ലഭിച്ചില്ല. പഴയ നിയമത്തിൽ ആരെയും ദൈവമക്കളെന്നല്ല, ഇസ്രായേൽ മക്കളെന്നാണ് വിളിക്കുന്നത്. അവരാരുടെ മക്കളായിരുന്നു? ഇസ്രായേൽ അഥവാ യാക്കോബിൻ്റെ 12 മക്കളെയാണ് ഇസ്രായേൽ മക്കൾ എന്ന് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത്: അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, അവരോട് ചെയ്ത ഉടമ്പടിയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ, അവരുടെ കെയർ ഓഫിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണേ എന്നാണ് പറഞ്ഞത്. എന്നാൽ യേശു തമ്പുരാൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒരു വിപ്ലവകരമായ പ്രാർത്ഥനാ വാചകം അവതരിപ്പിച്ചു. അതെ, യേശു വിപ്ലവകാരി തന്നെയാണ്. യേശു ചില വിപ്ലവങ്ങൾ ചെയ്തു. ലോകത്തിൽ ആദ്യമായി പാപിയായ, ദൈവത്തിൽ നകന്ന, തകർന്ന് തരിപ്പണമായ മാനവജാതിയോട് പറയുക, ദൈവത്തെ ഇനി നിങ്ങൾ എന്തോ വിളിക്കണമെന്ന് അറിയോ? അബ്ബാ, പിതാവേ, മൈ ഡാഡി. അതെ,
ഇവിടെ ചില ആൾക്കാർക്ക് വിളിക്കാനൊരു പുതിയ പേര് തന്നതല്ല, അതിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ആകയാൽ നിങ്ങൾ ഇനി മക്കളെങ്കിൽ അവകാശം. ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു. അങ്ങനെ ആയിരുന്ന സമയത്ത് എൻ്റെ 2 കാലിലും നീരായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. എൻ്റെ ജോലി വരെ നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടു. എനിക്ക് വയ്യാത്ത കാരണം അവരെന്നോട് പറഞ്ഞു ഇനി ജോലിക്ക് വരണ്ടെന്ന്. അങ്ങനെ ഞാൻ വളരെ ഭാരപ്പെട്ടു. എൻ്റെ ഭർത്താവിന് ശ്വാസമുട്ടലിൻ്റെ അസുഖമാണ്. എനിക്ക് 2 മക്കളാണ്. അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ മൂത്ത അമ്മയമ്മ പ്രാർത്ഥനയ്ക്കൊക്കെ പോകുന്നതാണ്. 2 ദിവസം മുമ്പേ എന്നോട് പറഞ്ഞു ഇതുപോലെ തങ്കബ്രദറിൻ്റെ പ്രാർത്ഥനയുണ്ട്, നീയും കൂടെ വരുന്നെങ്കിൽ വരണേ എന്ന്. മനസ്സിലാതെയാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നത്. പക്ഷേ എനിക്ക് എന്തോ ഒരു പ്രേരണ എനിക്ക് തോന്നുന്നു, നീ കയറി ചെല്ലുന്ന. ഞാൻ ഒരുപാട് ലേറ്റായിട്ടാണ് വന്നത്. ദേഹമൊത്തം എനിക്ക് ഇരിക്കാൻ പോലും വയ്യ, 2 കാലും നീരാണ്. പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് എന്തോ മാനസാന്തരം, എനിക്ക് ദേഹത്തു നിന്ന് എന്തോ ഒരു അസ്വസ്ഥത വിട്ടുപോലെ എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ച പോലെ. കർത്താവേ, എനിക്ക് കാലിൻ്റെ പ്രയാസം മാറിയോ? കാലിൻ്റെ പ്രയാസം മാറി. അത് തന്നെയല്ല, എനിക്ക് മിനിറ്റ് ഇങ്ങനെ മൂത്രം പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷെ ഈ വന്നിരുന്ന ഈ സമയം മുതൽ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പിതാവേ, ഇപ്പം എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിലുടനീളം എൻ്റെ കർത്താവിനെ വിളിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എനിക്ക് വിടുതൽ തന്ന ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇപ്പം എനിക്ക് ഒരുപാട് നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ, ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലിത്തീർക്കുവാനീ ജീവിതം പോരാ, കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വന്നിച്ചിടാൻ വാക്കുകൾ പോരാ. അത്ഭുത വിടുതലുകളും സൗഖ്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും കർത്താവിൻ്റെ അത്ഭുത സൗഖ്യത്തിൻ്റെ കരം നീട്ടപ്പെടും. എനിക്ക് വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ് ഞാനിത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയതാണ്. Yesterday I had a miraculous experience. For the last 3 weeks I had severe pain and stiffness on my joints and on my left leg. Yesterday when you prayed for a sister at Trichur suffering from arthritis, I also prayed in tears. In the midnight I heard somebody touching and I sweated. After that all my pains gone. എന്തൊരു അത്ഭുതമായത്. ആർത്രൈറ്റിസ് ആയിരുന്ന ഒരു സഹോദരിക്ക് വേണ്ടി TV പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരിക്ക് അതേ പ്രശ്നം, എല്ലാ ജോയിൻസും സ്റ്റിഫായിരിക്കുക. ആ സഹോദരിയും ചേർന്ന് കൈവച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞു. ആ പാതിരായപ്പോൾ ഒരു കരം തന്നെ സ്പർശിക്കുന്ന അനുഭവം ഉണ്ടായി. താൻ ആകെ വേർത്തു. വേദനയെല്ലാം വിട്ടുമാറിയിരിക്കുന്നു. ആ കർത്താവായ യേശു നിങ്ങളുടെ ഈ സമീപിക്കേണ്ട രോഗമുള്ള ഭാഗത്ത് ഇപ്പോൾ തന്നെ കരം വെച്ചാട്ട്. യേശു ആ ചെയ്യുന്നത്. നമ്മളൊക്കെ എൻ്റെ ഉപകരണങ്ങൾ മാത്രമാണ്. യേശുവിൻ്റെ അത്ഭുത കരം ആർത്രൈറ്റിസിനെ സൗഖ്യമാക്കുന്നു. കണ്ണിന് കാഴ്ച തരുന്ന, തളർച്ച മാറ്റുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, കരം വെച്ചിരിക്കുന്ന ഓരോ സ്ഥാനത്തും ഇപ്പോൾ ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. ആ രോഗബന്ധനം അഴിയട്ടെ. ആ ഹാർട്ട് പ്രോബ്ലം സൗഖ്യമാകട്ടെ. ആ ബ്ലോക്കുകൾ വിട്ടുമാറട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. ആ വേദനകൾ വിട്ടുമാറട്ടെ. ഓപ്പറേഷൻ മാറിപ്പോകട്ടെ. കർത്താവായ യേശുവേ, നിൻ്റെ മക്കളുടെ സമീപം എവിടെ ഉണ്ടല്ലോ പൂർണ്ണ വിടുതൽ. ഡയബറ്റിസുകൾ സൗഖ്യമാകും. യേശുവിൻ്റെ നാമത്തിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. മരണചിന്തകൾ വിട്ടുമാറട്ടെ. കടബാധ്യതകൾ കർത്താവെ വഴികൾ ഒരുക്കണമേ. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമയക്കണമേ. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേലും അവിടുത്തെ കൃപ പകർന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വിടുതലായിട്ടുണ്ട്, നിങ്ങളുടെ ശരീരം ചെക്ക് ചെയ്യണം. ഈ നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാം. കൗൺസിലിംഗ് ഏത് സമയത്തും ലഭ്യമാണ്. തുടർന്ന് വരുന്ന TV പ്രേക്ഷക മീറ്റിങ്ങുകളിൽ നിങ്ങൾക്ക് ലഭിച്ച സൗഖ്യങ്ങൾ സാക്ഷ്യം പറയണമേ.
ഈ ടി വി പ്രോഗ്രാം നമ്മളെല്ലാവരും ചേർന്നാണ് നടത്തുന്നത്. അത് ഈ ടി വി പ്രോഗ്രാം നടത്തുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകർക്ക് കൊടുക്കാനാണ്. അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. हमको सिखाए प्रेम की परिभाषा को, ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को. प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे